ഈശ്വർ മാൽപേ നടത്തിയ ഡൈവിംഗിൽ അർജുന്റെ ലോറിയിലുണ്ടായിരുന്ന 300 തടിക്കഷ്ണങ്ങളിൽ ഒന്നിന്റെ ഭാഗം ഈശ്വർ മാൽപേ ഇപ്പോൾ മുങ്ങിയെടുത്തിട്ടുണ്ട്. അത്തരം തടിക്കഷ്ണങ്ങൾ നദിയിലുണ്ടോ എന്നത് അറിയണം. നമുക്ക് ദീപക് മലയമ്മയിലേക്കും AK അഭിലാഷിലേക്കും പോകാം. അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണമാണെന്ന് ലോറിയുടെ മനാഫും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. AK അഭിലാഷ്, അർജുന്റെ ലോറി സ്പോട്ട് നമ്പർ 4-ൽ ഉണ്ട് എന്ന കാര്യം ഒരു കാര്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കിട്ടിയ. ഹൈഡ്രോളിക് ജാക്കി ആയാലും വാഹനത്തിലുണ്ടായിരുന്ന വാട്ടർ കണ്ടെയ്നറിന്റെ ഒരു ഭാഗമായാലും ഒക്കെ. അതിനുശേഷം ഇപ്പോൾ ഈ തടിക്കഷ്ണം കിട്ടിയതും അതേ ഇടത്തു നിന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഈ ഭാഗത്ത് തന്നെ, ട്രക്ക് തന്നെ ഈ ഭാഗത്തുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ ലോറിയിൽ ഏതാണ്ട് 300ഓളം തടിക്കഷ്ണങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഒരു ഭാഗം മാത്രമായിരുന്നു നേരത്തെ താഴെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഡ്രഡ്ജർ നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ ഈ നദിയുടെ അടിയിൽ നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കൂടുതൽ കഷ്ണങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു തടിക്കഷ്ണം മാത്രമാണ് ഇപ്പോൾ പുറത്തെത്തിച്ചിരിക്കുന്നത്. ഇത് തന്നെ ലോറിയിലുള്ള തടിക്കഷ്ണങ്ങളാണെന്ന് നേരത്തെ തന്നെ ഈ ലോറി ഉടമ മനാഫും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലോറി ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അപ്പോൾ മറിഞ്ഞു പോകുന്ന ആ സമയത്ത് ഇത് കെട്ടുപൊട്ടിയൊക്കെ മറ്റോ ഈ തടിക്കഷ്ണങ്ങൾ ഒരു പക്ഷേ താഴോട്ട് അല്പം നീങ്ങിയിരിക്കാനുള്ള സാധ്യതയാണ്. ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു 40-50 മീറ്റർ മുകൾ ഭാഗത്തായിട്ടാണ് ഈ കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ എവിടെയെങ്കിലും ലോറി ഉണ്ടാവാനുള്ള സാധ്യതയാണ്. പ്രധാനമായും ഹൈഡ്രോളിക് ജാക്കി, അതോടൊപ്പം തന്നെ ലോറിയിലുണ്ടായിരുന്ന ഈ വാട്ടർ ടാങ്ക് കാരിയർ അടക്കമുള്ള സാധനങ്ങൾ ഇന്നലെ അടക്കം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ മരത്തിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോറി മറ്റെവിടെയും പോകാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ തടിക്കഷ്ണങ്ങളൊക്കെ ധാരാളം നിൽക്കുന്നു. അതായത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ മലയുടെ മുകളിൽ നിന്ന് വീണിരിക്കുന്ന തടിക്കഷ്ണങ്ങളടക്കം ആ ഭാഗത്തുണ്ട്. ആ തടിക്കഷ്ണങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ അവിടെ ഒരു തെരച്ചിൽ സാധ്യമാകൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ഈശ്വർ മാൽപേ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈശ്വർ മാൽപേ ഇപ്പോൾ അടിത്തട്ടിൽ ഏതാണ്ട് 1.5 മണിക്കൂർ നേരമാണ് ഇപ്പോൾ മുങ്ങി പരിശോധിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനി ആ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്താൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും പുഴയിൽ വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വെള്ളമുണ്ട്. അതുകൊണ്ട് താഴോട്ട് പരിശോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ഈ കരയുടെ തീരങ്ങളോട് ചേർന്നുള്ള ആ മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇതിനുശേഷം ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഈ വെള്ളം കുറയുന്നതോടുകൂടി തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതാണ്ട് 2 മീറ്ററെങ്കിലും വെള്ളം ആ സമയത്ത് കുറയും. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമയം വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ തടിക്കഷ്ണങ്ങളടക്കം വാഹനത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടെത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ആ മേഖലയിൽ കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്തും ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് കോരി മാറ്റി തുടങ്ങിയോ അഭിലാഷ്? ഡ്രഡ്ജറിൽ അനങ്ങുന്നൊന്നും കാണുന്നില്ല. ഡ്രഡ്ജിംഗ് നടക്കുന്നുണ്ടോ അടുപ്പിച്ച്? തീർച്ചയായിട്ടും ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്. ആ മേഖലയിലുള്ള മണ്ണൊക്കെ മാന്തിക്കൊണ്ട് ഈ അടുത്തുള്ള മറ്റൊരു വെസലിലേക്ക് നീക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഇളകിയ മണ്ണ് തടിക്കഷ്ണങ്ങളൊക്കെ ഇളക്കി താഴോട്ട് നീക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഡ്രഡ്ജിങ് പൂർണ്ണാർത്ഥത്തിൽ നിർത്തിവെച്ചിട്ടില്ല. പക്ഷേ ഈശ്വർ മാൽപേ നേരത്തെ തെരച്ചിൽ നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ പുഴയിലെ വെള്ളം കലങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ മാത്രം ചില സമയങ്ങളിൽ ഈ ഡ്രഡ്ജിങ് നിർത്തിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈശ്വർ മാൽപേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മാത്രമേ അദ്ദേഹം തിരിച്ചെത്തൂ. അതിനുശേഷം പുഴയിൽ വീണ്ടും ഇറങ്ങി തെരച്ചിൽ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സമയത്താണ്, ഈ ഒരു ഇടവേളയിലാണ് ഇപ്പോൾ വീണ്ടും ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാനുള്ള നീക്കം ഇപ്പം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ തീരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതെന്നുള്ളതാണ്. ആ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുന്നത് ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്തണം. ഡ്രഡ്ജിംഗ് വെസൽ അവിടെ പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇത്രയും നേരം ഈശ്വർ മാൽപേയും അവിടെ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപേ കരയിലേക്ക് കയറിയിരിക്കുകയാണ്. ഡ്രഡ്ജിംഗ് വെസൽ അവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്.